പ്രിയമുള്ളവരെ, വചനദീപ്തി ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചിന്തിക്കുന്ന തിരുവചനം യെശയ്യാ പ്രവചന ഗ്രന്ഥത്തിൻ്റെ 4-ാം അധ്യായം 4-ാം വാക്യമാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കും: ന്യായവിധിയുടെ തീക്കാറ്റയച്ച് ദൈവം സിയോന്റെ മാലിന്യങ്ങളൊക്കെയും കളയും, ജെറുസലേമിൻ്റെ രക്തക്കറകളും മായ്ച്ചു കളയും. ന്യായവിധിയുടെ തീക്കാറ്റയച്ച് സിയോൻ പുത്രിയുടെ മാലിന്യങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ന്യായവിധിയുടെ തീക്കാറ്റ് എന്ന് പറയുമ്പോൾ അതെന്താണ് സത്യത്തിൽ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായം 8-ാം വാക്യം നമുക്കവിടെ ഈശോ പഠിപ്പിച്ചൊരു വചനമുണ്ട്. അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ബോധ്യപ്പെടുത്തും. യേശുക്രിസ്തു വാഗ്ദാനം ചെയ്യുകയാണ്: ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും നിത്യം നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിന് വേണ്ടി പിതാവ് അയക്കുമെന്ന് വാഗ്ദാനം ചെയ്ത സഹായകനായ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താണ് പാപം, എന്താണ് നീതി, ന്യായവിധിയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് തരുമെന്നർത്ഥം. പ്രൈസ് ദി ലോർഡ്. ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചാണ് പറയുക. ദൈവം കരുണ കാണിക്കുമെന്ന്. ആരോടാണ് ദൈവം കരുണ കാണിക്കുന്നത്? എല്ലാ പാപികളോടും കരുണ കാണിക്കും. അവിടുത്തെ കരുണക്കടലിൽ കർത്താവ് അവരെ രക്ഷിക്കുമെന്ന് പറയുമ്പോൾ കർത്താവ് മലയിലെ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചു, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ: കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. മറ്റൊരു വചനത്തിൽ യേശു ഇങ്ങനെ ഓർമ്മിപ്പിച്ചു: നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. അപ്പോൾ കാരുണ്യം കാണിക്കുന്നവരുടെ മേൽ ദൈവം കാരുണ്യത്തിൻ്റെ വിധി അയക്കുമെന്നാണ് തിരുവചനം. എന്നാൽ കാരുണ്യം കാണിക്കാത്തവരുടെ മേൽ കാരുണ്യരഹിതമായ വിധി പ്രസ്താവിക്കപ്പെടുമെന്ന് തന്നെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് യെശയ്യാ പ്രവാചകനിലൂടെ പറഞ്ഞ ഈ വചനം സിയോൻ പുത്രിയുടെ മാലിന്യങ്ങളെ നീക്കിക്കളയുന്ന ന്യായവിധിയുടെ തീക്കാറ്റ് എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിലൂടെയാണെന്നുള്ളത് വ്യക്തമായി. അപ്പോൾ പ്രിയപ്പെട്ടവരെയും, ഈ ന്യായവിധിയുടെ തീക്കാറ്റിനെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. നിങ്ങളെല്ലാവരും ഒരുപാട് യൂട്യൂബിലൂടെയും അല്ലാതെയൊക്കെ വചനം കേൾക്കുന്നവരും ശുശ്രൂഷകൾ പങ്കെടുക്കുന്നവരുമാണ്. ഇപ്പോൾ എല്ലാവരും പാട്ടൊക്കെ പാടും, അന്ത്യകാല അഭിഷേകം, തീയായി വരണമേ, എന്നിൽ തീ കത്തിക്കണമേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഉണ്ട്: പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയെ എൻ്റെ മേൽ അയക്കണമേ. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി? ന്യായവിധിയുടെ തീക്കാറ്റാണത്. അതിനെ ആർക്കാണ് കടന്നു പോകാൻ പറ്റുക? ന്യായവിധിയുടെ തീക്കാറ്റ്. കാരുണ്യം കാണിക്കാത്തവരുടെ മേൽ കാരുണ്യരഹിതമായ രീതിയിൽ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ തീ കടന്നു പോകുമ്പോൾ എങ്ങനെ നമുക്കതിനെ അതിജീവിക്കാനായിട്ട് പറ്റും? ഞാൻ ഓർക്കുന്നു, ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പറമ്പിൽ അച്ഛൻ അവിടെ കൺവെൻഷൻ നടക്കുന്ന അവസരത്തിൽ അച്ഛനെയാണ് വിളിച്ചത്. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് അച്ഛന് പോകാൻ സന്ദേശം ഇല്ലാത്തതുകൊണ്ടും അവർ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നന്ദിനി പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എന്നെ അയച്ചു. ഞാൻ ഓർക്കുന്നു, ഞാൻ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ രോഗിയായി കിടക്കുന്ന ആ ഗ്രഹനാഥ എന്നോട് പറയുകയാണ്: ഞങ്ങൾ കള്ളുവിൽപ്പനയാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തുന്നത്, അത് നടത്താൻ പാടില്ലെന്ന് എല്ലാ അച്ഛന്മാരും പറയുന്നു, മെത്രാന്മാർ പറയുന്നു, എല്ലാവരും പറയുന്നു, ഇപ്പം പിള്ളേരും പറയുന്നു, കടവുണ്ട്. അതുകൊണ്ട് എൻ്റെ രോഗശാന്തിക്ക് വേണ്ടിയൊന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, ഞങ്ങളുടെ ഇപ്പോഴുള്ള കോടിക്കണക്കിന് രൂപയുടെ കടം മാറാനും ഇനി ഞങ്ങൾക്കൊരു നല്ല ബിസിനസ് തുടങ്ങാനുള്ള ആസ്തി ഉണ്ടാകാനും വേണ്ടി ഇക്കൊല്ലത്തെ കച്ചവടം നന്നാകാൻ പ്രാർത്ഥിക്കണം. അത് മതി. അത് കണ്ടിട്ട് എനിക്കൊന്ന് കണ്ണടച്ചാൽ മതി, കടമൊന്ന് മാറി പുതിയൊരു ബിസിനസ്സും തുടങ്ങിയിട്ട്. എന്നാലല്ലേ ഞാനങ്ങ് ചെല്ലുമ്പം കർത്താവ് എന്നെ കയറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെയും, എൻ്റെ മനസ്സ് ഇടിഞ്ഞു പോയി അത് കേട്ട് കഴിഞ്ഞപ്പോൾ. എന്നാലല്ലേ ഇവിടെ ഉണ്ടായിരുന്ന കള്ളു കച്ചവടമൊക്കെ നിർത്തിച്ച് മക്കളെ കൊണ്ട് പുതിയൊരു ബിസിനസ്സും തുടങ്ങിയിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. എനിക്ക് ജീവിക്കണമെന്നൊന്നും ഇല്ലെന്നാ അമ്മച്ചി പറഞ്ഞത്.
എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് ആ സഹോദരി, ആ അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം? അവരുടെ കടങ്ങളൊക്കെ മാറാൻ, അവർക്കൊരു പുതിയ വിശുദ്ധമായ ബിസിനസ് തുടങ്ങുവാൻ ആസ്തി ഉണ്ടാകേണ്ടത് ഇപ്പോൾ അവർ നടത്തുന്ന ആ കള്ള് കച്ചവടത്തിൽ നിന്നും അവർക്ക് അധികം കടം മാറാനുള്ള വരുമാനം മാത്രമല്ല, പുതിയ ബിസിനസ്സിനുള്ള വരുമാനം, അവരുടെ തലമുറയെ പടുത്തുയർത്താനുള്ള വരുമാനം ഉണ്ടാകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതെങ്ങനെയാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക? ഇത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മാത്യു നായിക്കൻ പറമ്പിലച്ചൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാതിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ അവർക്ക് അതിൻ്റെ വശമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പ്രാർത്ഥന ശരിയായ രീതിയല്ല, അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഒന്നുമില്ലെങ്കിലും ദൈവമേ ഈ തിന്മയുടെ ബിസിനസ് നിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്ന് പറയുകയാണ് ദൈവം ആഗ്രഹിക്കുന്നത് പറഞ്ഞപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അവരെ അത് ഗോപിഷ്ഠയാക്കി കളഞ്ഞു. അങ്ങനെ പറ്റുകയില്ല, ഞങ്ങൾ ഒന്നുമില്ലാത്തവരായി പോകുകയല്ലേ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ ആ ന്യായവിധിയുടെ തീക്കാറ്റ് സക്കേവൂസിൻ്റെ ഉള്ളിലൂടെ കടന്നു പോയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 19-ാം അധ്യായത്തിൽ നമ്മൾ കാണും, സക്കേവൂസ് പറയുന്നുണ്ട്, ഞാൻ വഞ്ചിച്ചെടുത്തതെല്ലാം 4 ഇരട്ടിയായി കൊടുത്തുകൊള്ളാം. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞാൻ ദാനമായി കൊടുക്കുന്നു. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കാൻ ആർക്കാണ് സാധിക്കുക? അന്യായമായുള്ളതെല്ലാം മാറ്റിക്കളയാതെ ദൈവമേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നവനാണോ ദൈവം? നിന്നെപ്പോലെയുള്ള നിന്റെ അയൽക്കാരനോട് കരുണ കാണിക്കാതെ ധാർഷ്ട്യം വെച്ച് പുലർത്തുന്ന നമ്മുടെ മേൽ എവിടുന്ന് ദൈവത്തിൻ്റെ കരുണ ഇറങ്ങി വരും? പ്രിയപ്പെട്ടവരെ, ന്യായവിധിയുടെ തീക്കാറ്റിലൂടെ കടന്നു പോകണം. അതുകൊണ്ട് പാട്ടൊക്കെ പാടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഓർക്കണം, കർത്താവേ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അയക്കണമേ, അഗ്നി അയക്കണമേ എന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ മേൽ അഗ്നി അയക്കും. ദൈവം നിന്നെ കത്തിക്കാൻ വരും. അങ്ങനെയല്ലേ വചനം പറയുന്നത്? പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളിലാണ് പറയുക, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, സ്വർണം വെള്ളിയും പോലെയല്ല, ഞാൻ നിന്നെ സഹനത്തിന്റെ ചൂളയിൽ ശോധന ചെയ്തു എന്ന്. അപ്പൊ സ്വർണവും വെള്ളിയും വലിയ കൂടിയ ചൂടിലാണ് ഉരുക്കുന്നതെങ്കിൽ അതിനേക്കാളൊക്കെ വളരെ കൂടിയ ചൂടിൽ പരിശുദ്ധാത്മാവിന്റെ തീക്കാറ്റിനാൽ, അഗ്നിയാൽ, ന്യായവിധിയിലൂടെ നിന്നെ കടത്തിവിട്ടു ദൈവം നിന്നെ ശോധന ചെയ്യുമ്പോൾ നമ്മളെന്ത് പറയും? നാളെ അച്ഛൻ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടതാ, കർത്താവേ നീ എന്നെ കത്തിക്കല്ലേ. ദൈവത്തോട് കത്തിക്കുക, തീ കത്തിക്കുന്ന പാട്ടൊക്കെ പാടിയതാ. ദൈവം കത്തിക്കാൻ വന്നപ്പോൾ, ന്യായവിധിയുടെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അയച്ച് ദൈവം കത്തിക്കാൻ വന്നപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞെന്നാ പറയുന്നത്, ദൈവമേ ഞാൻ നിനക്ക് എത്ര വേണമെങ്കിലും മെഴുകുതിരി കത്തിക്കാം, നീ എന്നെ കത്തിക്കല്ലേ. എനിക്ക് തോന്നുന്ന ശരാശരി ആത്മീയരുടെ എല്ലാം ഒരു ചിന്താഗതി ഇതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ദൈവമേ നീ എന്നെ കത്തിക്കരുത്, എനിക്കങ്ങനെ കത്തണമെന്നൊന്നും ആഗ്രഹമില്ല. എന്താണ് അങ്ങനെ പറയുന്നത്? എനിക്കങ്ങനെ സഹനത്തിൻ്റെ ആവശ്യമില്ല, എനിക്കങ്ങനെ തിരുത്തലിൻ്റെ ആവശ്യമില്ല, എനിക്കങ്ങനെ ശിക്ഷണം തരേണ്ട ആവശ്യമില്ല. എന്നെ നീ ഒന്നും ചെയ്യരുത്. ഈശോ പറഞ്ഞത് നമ്മൾ മറക്കണ്ട. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്, അത് കല്ലും മുള്ളും നിറഞ്ഞതാണ്. വിശാലമായ വഴിയുണ്ടാകാം. നീ തീ കത്താതെ, നീ ഉരുകാതെ, നിനക്ക് വേദനയുണ്ടാകാതെ, നിനക്കൊരു പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകാനുള്ള വഴിത്താരകൾ ഏറെയുണ്ട് ഈ ലോകത്തിൽ. നാം വായിക്കും, പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തി വെച്ചിരിക്കുക, അതിൻ്റെ അവസാനം പാതാളമാണ് എന്ന്. അങ്ങനെ ഒരു പാതയാണോ നീ ഉദ്ദേശിക്കുന്നത്? കല്ലുപാകി മിനുസപ്പെടുത്തിയ ഒരു പാത, അതിലൂടെ പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? പ്രഭാഷകന്റെ പുസ്തകം 21-ാം അധ്യായം 9-ാം വാക്യം, ദുഷ്ടന്റെ ഭവനം ചണനാര് കൂട്ടിവെച്ച് തീ കത്തിക്കുന്നത് പോലെയാണ്, അത് അഗ്നിയിൽ എരിഞ്ഞു തീരും. നീ അഗ്നിയിൽ എരിഞ്ഞു തീരപ്പെടാനുള്ള ആളല്ലല്ലോ. അഗ്നിയിലൂടെ ശോധന ചെയ്യപ്പെട്ട് കൂടുതൽ കൂടുതൽ വിശുദ്ധമായ മാണിക്യമായി, വിലയേറിയ മുത്തായി ദൈവസന്നിധിയിലേക്ക് പോകേണ്ടതല്ലേ. അതുകൊണ്ട് പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയിട്ടുണ്ടാകും. പ്രഭാഷകന്റെ പുസ്തകം 21-10 നമ്മൾ അങ്ങനെയാണ് വായിക്കുക, പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയതാണ്. നീ കടന്നു പോകുന്ന വഴിത്താര കല്ലുപാകി മിനുസപ്പെടുത്തിയതാണ് എങ്കിൽ, നിനക്ക് കടന്നു പോകുമ്പോൾ നൊമ്പരങ്ങളില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നീ കടന്നു പോകുന്ന പാത ക്രിസ്തുവിൻ്റെ പാതയല്ല. യേശു പറഞ്ഞു, വിശുദ്ധ യോഹന്നാന സുവിശേഷം 14:6, വഴിയും സത്യവും ജീവനും ഞാനാകുന്നുവെന്ന്. നമ്മളേറെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ള തിരുവചനമാണത്. സത്യമായ ക്രിസ്തുവിലൂടെ കടന്നു പോകുമ്പോൾ
ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ എങ്ങനെ അവിടുത്തെ മുഖത്തേക്ക് നോക്കും? എന്തായിരിക്കും നിന്റെ അവസ്ഥ? വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 1 കൊറിന്തോസിന്റെ 3-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക: എനിക്ക് നൽകപ്പെട്ട ദൈവകൃപ അനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനമിട്ടു. അപ്പോൾ ഒരു വ്യക്തമായ അടിസ്ഥാനത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ പണിത ആത്മീയ ഭവനത്തെക്കുറിച്ച് നമുക്ക് സന്ദേശം തരികയാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും പണി പരസ്യമാകുന്ന ഒരു ദിവസമുണ്ടാകും. നീ വൈക്കോലിനാണോ പണിതത്? അതുപോലെ എന്തിനാണ് നിന്റെ ആത്മീയ ഭവനം പണിതുയർത്തിയിരിക്കുന്നത്? നീ വെള്ളിയിലാണോ, സ്വർണത്തിലാണോ, നീ വൈക്കോലിനാണോ, മരം കൊണ്ടാണോ നിന്റെ ആത്മീയ ഭവനം നീ പണിതുയർത്തിയിരിക്കുന്നതെന്ന് എന്നാണ് മനസ്സിലാക്കുക. അവസാനം കർത്താവ് പറയുകയാണ്, അഗ്നിയിൽ എല്ലാവരും ശോധന ചെയ്യപ്പെടും. അഗ്നിയിലൂടെ എല്ലാവരുടെയും പണി പരസ്യമാകും. നീ എന്തുകൊണ്ടാണ് കപടതയോടുകൂടെയുള്ള ഭക്തിയാണെങ്കിൽ, കാപട്യത്തിൻ്റെ ഭക്തിയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ നന്മ പ്രവൃത്തികൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ എല്ലാം കാപട്യത്തിൽ നിന്നാണ് എങ്കിൽ, അതായത് സത്യത്തിൽ നിലകൊള്ളുന്നല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ന്യായവിധിയുടെ ആ തീക്കാറ്റ് കടന്നു പോകുമ്പോൾ പൗലോസ് ശ്ലീഹ പറയുക, 1 കൊറിന്തോസ് 3-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ആകുന്ന അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞു. ആ അടിസ്ഥാനത്തിൽ നീ എങ്ങനെയാണ് നിന്റെ ആത്മീയ ഭവനം പണിയുന്നത്? അത് സ്വർണത്താലാണോ, വെള്ളിയാലാണോ, രത്നങ്ങളാലാണോ, തടിയിലാണോ, പുല്ലോ വൈക്കോലോ ഉപയോഗിച്ചാണോ നീ ആ ആത്മീയ ഭവനം പണിതുകൊണ്ടിരിക്കുന്നത്? ഓരോരുത്തരുടെയും പണി പരസ്യമാകുന്ന ഒരു ദിവസമുണ്ട്. കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യപ്പെടും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതാണെന്ന് അഗ്നി തെളിയിക്കും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവരാണ് സമ്മാനിതരായി മാറുക. ആരുടെ പണി നിലനിൽക്കുന്നുവോ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പരിശുദ്ധാത്മാവിനുള്ള സത്യത്തിൻ്റെ ന്യായവിധിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ദൈവിക ജീവിതം, അതായത് ഒരു ആത്മീയ ജീവിതം, ഒരു ക്രിസ്തീയ ജീവിതമാണ് നീ നയിക്കുന്നതെങ്കിൽ, അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ, നമ്മൾ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ തീക്കാറ്റ് കടന്നുപോയാലും അവിടെ നിലകൊള്ളും. ഇല്ലെങ്കിലോ ഇപ്പോൾ ഞാൻ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത വിശ്വാസരാഹിത്യത്തിലേക്ക് ആളുകൾ പോകത്തക്ക രീതിയിൽ അനേകം പ്രശ്നങ്ങൾ, കിംവദന്തികൾ, ആവശ്യമില്ലാത്ത പരസ്യ പ്രസ്താവനകൾ ഒക്കെ ദൈവമക്കളിൽ നിന്നുണ്ടാകുകയാണ്. തങ്ങളുടെ തൂക്കത്തിനോടൊപ്പം തങ്കത്തിൻ്റെ തൂക്കമുണ്ടായിരുന്നവർ തെരുവിൽ വഴിക്കവലുകളിലും ചിതറിക്കിടക്കുന്നു എന്നുള്ള വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളെ സൂചിപ്പിക്കുമാറ് തങ്കത്തിൻ്റെ വിലയുള്ള ദൈവത്തിൻ്റെ മക്കൾ തെരുവിലും വഴിക്കവലുകളിലും കിടക്കുകയാണ്. ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം വിളിച്ചു പറഞ്ഞ് സഹിക്കാനോ ക്ഷമിക്കാനോ അല്ലെങ്കിൽ അവരൻ്റെ കുറ്റങ്ങളും ഒക്കെ ഒന്ന് വഹിക്കാനോ സാധിക്കാതെ അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അതിനെ ന്യായീകരിക്കാൻ പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നീ എന്തിലാണ് നിന്റെ ആത്മീയ ഭവനം പണിതിരിക്കുന്നതെന്ന് വെളിവാക്കപ്പെടുന്ന ഒരു ദിവസത്തെ നമ്മളെല്ലാവരും കാണേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊന്നും ഒരു യഥാർത്ഥ വിശ്വാസിയുടെ വിശ്വാസം ആടിയുലയാൻ പാടില്ല. കാരണം നീ പണിതിരിക്കുന്നത് യേശുക്രിസ്തുവിലാകുന്ന അടിസ്ഥാനത്തിലാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതായത് വിശ്വാസരാഹിത്യം ജനത്തിനുണ്ടായി, അവർ തെറ്റ് ചെയ്തുകൊണ്ട് ഇവർ തെറ്റ് ചെയ്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പോയി, കുർബാനയ്ക്ക് പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, പള്ളിയിൽ പോകുന്നില്ല, ഇനി എന്തിനാ നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന, എന്തിനാ നമുക്ക് സഭ എന്നൊക്കെ ചോദിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നീ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്റെ വിശ്വാസം നീ പണിതുയർത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ അല്ല, മറ്റു വ്യക്തികളുമാകുന്ന അടിസ്ഥാനത്തിലാണ്. യേശുക്രിസ്തുവിലാണെങ്കിൽ അവൻ എന്താണ് നിന്നോട് പറഞ്ഞത്? അവൻ നിന്നോട് പറഞ്ഞത്, നീ എൻ്റെ വചനത്തിൽ നിന്റെ ജീവിതത്തെ പണിതു വെക്കുക. എന്താണ് അങ്ങനെ പറയാൻ കാരണം? വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 7-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളിൽ തൻ്റെ വചനം കേൾക്കാൻ വന്നവരെ നോക്കി കർത്താവ് പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിന്റെ ജീവിതത്തെ നീ പണിതുയർത്തണം. യേശുക്രിസ്തു വചനമായ ദൈവമായതുകൊണ്ട് നിന്റെ ജീവിതത്തെ വചനത്തിലാണ് നീ ചേർത്ത് വെച്ചതെങ്കിൽ അവരും ഇവരും ഒക്കെ തെറ്റ് ചെയ്താലും അനീതി ചെയ്താലും പാപം ചെയ്താലും
10 കൽപ്പന ലംഘിച്ചാലും, അത് എത്ര ശ്രേഷ്ഠരാണെങ്കിലും ഏറ്റവും ചെറിയ ആളാണെങ്കിലും അങ്ങനെ ചെയ്താലും നിന്റെ വിശ്വാസം ആടിയുലയാൻ പാടില്ല. കാരണം ഇവരാരുമല്ല നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്, ഇവരാരുമല്ല നിന്നെ വിളിച്ചത്, ഇവരാരുമല്ല നിന്നെ നയിക്കുന്നത്. ആകാശത്തിലെ പറവകളെക്കാൾ വിലയുള്ളവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ലോകത്തിലെ വ്യക്തികളല്ല. അവരുടെ പാപങ്ങളും അവരുടെ അധർമ്മങ്ങളും അവരുടെ തിന്മകളും അല്ലെങ്കിൽ ഇല്ലാത്തതിനെ പെരുപ്പിച്ച് കാണിക്കുന്ന ഏതെങ്കിലും മാധ്യമങ്ങളുണ്ടെങ്കിൽ അവയിലും നിന്റെ മനസ്സൊലിഞ്ഞു പോകേണ്ട കാര്യമേ ഇല്ല. നീ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിലാണ് നിന്റെ ജീവിതത്തെ ചേർത്ത് വെച്ചെങ്കിൽ ഇങ്ങനത്തെ ഭൂകമ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടില്ലേ? നിന്റെ വിശ്വാസത്തെ ഉലയ്ക്കുന്ന ഭൂകമ്പങ്ങൾ, നിന്റെ വിശ്വാസത്തെ തകർക്കുന്ന പേമാരികൾ, നിന്റെ വിശ്വാസത്തെ ഉലയ്ക്കുന്ന കൊടുങ്കാറ്റ് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ക്രിസ്തു തന്നെയല്ലേ പറഞ്ഞത്? അതുകൊണ്ടല്ലേ കർത്താവ് ലൂക്കാ സുവിശേഷം 18:8 പറയുക, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ക്രിസ്തുവിന്റെ 2ാം വരവിന് വേണ്ടി എന്തുമാത്രം ഒരുക്കങ്ങളും പ്രഘോഷണങ്ങളും നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിന്റെ 2ാം വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഒരുക്കപ്പെടേണ്ടത് എങ്ങനെയാണ്? എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് യേശു 33-ാമത്തെ വയസ്സിലാണ് കുരിശിൽ മരിച്ചതെന്ന് എനിക്കും എല്ലാം അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് അവൻ 33-ാമത്തെ വയസ്സിൽ മരിക്കാനിടയായത്? പിതാവ് പറഞ്ഞതാണ് എനിക്ക് പറയാനുള്ളതെന്ന് ക്രിസ്തു ലോകത്തോട് പറഞ്ഞു. ഭയമില്ലാതെ പിതാവ് പറയുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവൻ ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് ക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഇട്ട് കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായൊരു ബോധ്യമുണ്ടാകും. അതാണ് നീതിയെക്കുറിച്ചുള്ള ബോധ്യം, പാപത്തെക്കുറിച്ചുള്ള ബോധ്യം, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം. ഇത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് തരുമ്പോൾ നമുക്ക് തെറ്റും ശരിയും മനസ്സിലാക്കി കിട്ടും. ഇവരെയും വെച്ചല്ല നമ്മുടെ ജീവിതത്തെ കമ്പയർ ചെയ്യേണ്ടത്. യേശു എന്താ പറഞ്ഞത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:48 യേശു പറഞ്ഞു, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുക. അപ്പം നമ്മൾ നമ്മുടെ പരിപൂർണത ചേർത്ത് വെക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയമായ ശുശ്രൂഷ, ആത്മീയ ജീവിതം ഒക്കെ ചേർത്ത് വെക്കേണ്ടത് സ്വർഗസ്ഥനായ പിതാവിനോടാ. അപ്പോൾ ഈ പരിപൂർണത ഇല്ലാത്ത ആളുകളുടെ പ്രസ്താവനകളും പ്രശ്നങ്ങളും അവർ കാണിക്കുന്ന കാര്യങ്ങളും കൊണ്ട് നിന്റെ വിശ്വാസത്തിൽ നീ ആടി വിലയേണ്ട കാര്യമില്ല. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും നമ്മുടെ വിശ്വാസം തകർത്ത് കളയാൻ പാടില്ല. കാരണം നീ പണിയുന്നത് വൈക്കോലിലാണോ നിന്റെ വിശ്വാസത്തെ ചേർത്ത് വെച്ചിരിക്കുന്നത്? ഒന്നുമില്ലാത്തൊരു ബോഷത്വമല്ല നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം ദൃഢകരമാണ്. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു, എൻ്റെ മുന്നിലുള്ളതിനെയെല്ലാം എനിക്ക് നേട്ടമായിരുന്നതിനെയെല്ലാം, ഫിലിപ്പി ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചു, ഞാൻ എൻ്റെ നേട്ടങ്ങളെയെല്ലാം ഞാൻ വലിച്ചെറിഞ്ഞു, ഉച്ചിഷ്ടം പോലെ കരുതി ഞാനതിനെ വേസ്റ്റ് ബക്കറ്റിലേക്ക് ഇടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവർ, അദ്ദേഹത്തിൻ്റെ പണിയെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. ഞാനങ്ങനെ വേസ്റ്റ് വെച്ചൊന്നും എൻ്റെ വീട് പണിതിട്ടില്ല, ആ ഉച്ചിഷ്ടമാണെന്ന് കരുതി ഞാൻ കളഞ്ഞു. നമുക്കറിയാമല്ലോ, ഒരു വീട് പണിയുമ്പോൾ നല്ല കല്ലൊക്കെ, അല്ലെങ്കിൽ ചിലർക്കറിയാം ചെങ്കല്ലിൻ്റെ കൂടെ വെള്ളം കൂടിയ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മോശം ചെങ്കല്ല, അതുകൊണ്ട് 2 നില വീടൊക്കെ പണിത് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞ് മാറ്റും. അടിസ്ഥാനം ഇടുമ്പോൾ നല്ല പാറമേൽ നല്ല ഉറപ്പുള്ള സ്ഥലത്തല്ല അതിൻ്റെ ഫൗണ്ടേഷൻ പണിയുന്നതെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുകയുള്ളൂ എഞ്ചിനീയർമാർ. കാണുന്നോടം വരെ, നല്ല ഉറപ്പുള്ള സ്ഥലം കാണുന്നോടം വരെ അവർ പണിയാൻ തുടങ്ങും. പൗലോസ്ലീഹ പറഞ്ഞു, ഈ ഉറപ്പില്ലാത്തതും ചപ്പും ചവറുമായതിനെയെല്ലാം ഞാൻ വലിച്ചെറിയുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹയുടെ ജീവിതമൊക്കെ ഏത് അഗ്നിയിലൂടെ പോയാൽ അവിടെ നിലനിൽക്കും. നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ വിശുദ്ധ ജീവിതം നിലനിൽക്കുന്നതാണോ? അതോ ഊഹാഭോഗങ്ങളുടെ കാറ്റിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തിന്മയുടെ പാപത്തിൻ്റെ കാറ്റിൽ ആടി ഉലയുന്ന ഞാങ്ങണ പോലെയാണോ നമ്മുടെ വിശ്വാസം? നമ്മുടെ വിശുദ്ധ ജീവിതം നമ്മളാണ് ആത്മശോധന ചെയ്യേണ്ടത്. നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസത്തിൽ താണുപോവുകയല്ല ചെയ്യേണ്ടത്, ഉറച്ചു നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലേ വെളിപാടിൻ്റെ പുസ്തകത്തിലൊക്കെ പറയുക, വിജയം വരിക്കുന്നവന് കിരീടം നൽകും, വിജയം വരിക്കുന്നവനെ ഞാൻ ഉയർത്തി നിർത്തും, എന്നോട് കൂടെ അവന് അവകാശമുണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ വിജയം വരിക്കുന്നവരുടെ കൂട്ടത്തിലാണോ? അതോ വിശ്വസിച്ച് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ തകർന്ന് ഇല്ലായ്മയായി പോകുന്നവരുടെ കൂട്ടത്തിലാണോ? എന്തിനു വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്? യേശു പറഞ്ഞില്ലേ,
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:16 ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. എന്തിനു വേണ്ടി? നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നവരാകുന്നതിന് വേണ്ടി. നിങ്ങൾ പോയി ലോകമെങ്ങും പോയി ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്രിസ്തുവാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഫലം പുറപ്പെടുവിക്കാനായിട്ട് പറ്റുക. അങ്ങനെ ക്രിസ്തുവിനോട് ചേർന്നല്ലെങ്കിൽ ന്യായവിധിയുടെ തീക്കാറ്റ് കടന്നു പോകുമ്പോൾ നമ്മൾ വേർവിട്ട ശിഖരം പോലെ കത്തിച്ചാമ്പലായി പോകും. പ്രിയപ്പെട്ടവരെ, അവിടെയും ഇവിടെയും ഒക്കെ ഓടി നടന്ന് സഭയോട് ചേർന്ന് നിൽക്കാതെ, സഭാ പഠനങ്ങളോട് ചേർന്ന് നിൽക്കാതെ, നമ്മുടെ ജീവിതത്തിന് കിട്ടുന്ന ആത്മീയ വെളിപാടുകളെല്ലാം സത്യമാണെന്ന് വിചാരിച്ച് ഇതിൻ്റെയും പിന്നാലെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ആത്മശോധന ചെയ്ത് ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെയേറെ ഒരുങ്ങി അവനോട് ചേർന്ന് നിൽക്കേണ്ടവരാണ്. അവന് വ്യതിചലിക്കാതെ. നമ്മൾ വിശുദ്ധ ബൈബിൾ വായിച്ചിട്ടില്ലേ? യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ എഴുതി, 1-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ, അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെയാണ് നടക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ദൈവത്താലാണ് പണിയപ്പെട്ടിരിക്കുന്നതെങ്കിൽ യേശു നടന്ന അതേ വഴിയിലൂടെ നടക്കണം. അതേത് വഴിയാ? സഹനത്തിന്റെ വഴിയാ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:8 യേശു ഇങ്ങനെ പഠിപ്പിച്ചു, അഷ്ടസൗഭാഗ്യങ്ങളിൽ ദൈവത്തെ കാണാൻ ആർക്കാണ് കഴിയുക? നമ്മൾ ധ്യാനമൊക്കെ കൂടുമ്പോൾ ദൈവാനുഭവം തരണമേ, കർത്താവെ നിന്നെ കാണിച്ചു തരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കും. ഞാനൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവത്തെ കാണാൻ വേണ്ടി, ദൈവാനുഭവം ഉണ്ടാകാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, എങ്ങനെ നിനക്ക് ദൈവത്തെ കാണാനായിട്ട് പറ്റും? ദൈവം എല്ലാവരുടെയും മുമ്പിലുണ്ട്. ഞാൻ 1:7 പറയുന്ന അങ്ങനെയല്ലേ? കർത്താവ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ആശ്ലേഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. യേശുവിനെ കുറിച്ചുള്ള പ്രവചനം യെശയ്യാ 7:14 ഇങ്ങനെയല്ലേ പറയുന്നത്? ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. അങ്ങനെയാണ് എങ്കിൽ ദൈവം നിന്റെ കൂടെയുണ്ട്. നിനക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നില്ലേ? ദൈവത്തെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഹൃദയശുദ്ധി ഇല്ല എന്നാണ്. നിന്റെ കണ്ണുകൾ കൊണ്ട് നിനക്ക് നിന്റെ ദൈവത്തെ ഇതുവരെ കണ്ട് ഒരു ദൈവാനുഭവം പ്രാപിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരുപാട് പേരുടെ പരിവേദനമാണ്. എനിക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നില്ല, ദൈവാനുഭവം കിട്ടുന്നില്ല. ദൈവത്തെ കിട്ടാൻ, ദൈവത്തെ കാണാൻ നീ ഒന്ന് ശുദ്ധീകരിച്ചാൽ മതി. ന്യായവിധിയുടെ തീക്കാറ്റ് കടന്നുപോയി നീ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നിനക്ക് ദൈവത്തെ കാണാൻ പറ്റും. മുഖാഭിമുഖം. അത് കണ്ണാടിയിൽ എന്ന പോലെയല്ല. മോശ ദൈവത്തിൻ്റെ മുൻപിൽ, ദൈവത്തിൻ്റെ മലയിൽ ദൈവത്തെ മുഖാഭിമുഖം കണ്ടവനാണെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. 40 ദിവസം ദൈവത്തെ മുഖാഭിമുഖം കണ്ട മോശയുടെ മുഖം പ്രകാശിക്കാനായിട്ട് തുടങ്ങി. ഇസ്രായേൽ ജനം ഭയന്നു പോകത്തക്ക രീതിയിൽ മോശയുടെ മുഖം വെട്ടിത്തിളങ്ങിയെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. യേശു പറഞ്ഞില്ലേ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവനിലും അതേ പ്രകാശമുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാകുന്ന ന്യായവിധിയുടെ തീക്കാറ്റും വഹിച്ച് കടന്നു പോകേണ്ട ഞാനും നിങ്ങളും ലോകത്തിന്റെ പ്രകാശമാണ്. മറന്നു കളയണ്ട. നമ്മളിലൂടെയാണ് ലോകത്തിന്റെ അന്ധകാരം നീക്കിക്കളയേണ്ടത്, തിന്മ നീക്കിക്കളയേണ്ടത്, പാപം ജഡികത നീക്കിക്കളയേണ്ടത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയുടെ കാറ്റാ നമ്മളിലേക്ക് വരിക. യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ വിധിക്കുന്നൊന്നുമില്ല, ഞാൻ നിന്നെ വിധിക്കുകയില്ല. കാരണം വിധി ആരാണ് നടത്തുന്നത്? യേശു പറഞ്ഞു, ഞാൻ വന്നത് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ ആരെയും വിധിക്കാൻ വന്നിട്ടില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിങ്ങളെ അന്ത്യ ദിവസം വിധിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു വരുമ്പോൾ എൻ്റെ വചനം അഗ്നി പോലെയല്ലേ എന്ന് അവിടുന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ വചനം അഗ്നി പോലെയല്ലേ? അപ്പോൾ ന്യായവിധിയുടെ തീക്കാറ്റ് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം അഗ്നി പോലെ നമ്മളിലേക്ക് വരും. പരിശുദ്ധാത്മാവ് ന്യായവിധിയുടെ അഗ്നിയായി നമ്മളിലേക്ക് കടന്നു വരും. യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു വെച്ചു, അപ്പോൾ ജെറുസലേമിൽ ശേഷിച്ചിരിക്കുന്നവർ വിശുദ്ധർ എന്ന് വിളിക്കപ്പെടും. യെശയ്യാ പ്രവചനം 4:3. അന്ന് ജെറുസലേമിൽ അവശേഷിക്കുന്നവർ വിശുദ്ധർ എന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നാം വിശുദ്ധർ എന്ന് വിളിക്കപ്പെടാനുള്ളവരാണ്, ദൈവമക്കളെന്ന് വിളിക്കപ്പെടാനുള്ളവരാണ്. ആ ന്യായവിധിയുടെ തീക്കാറ്റ് കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ദൈവം ആ അഗ്നിയെ അയച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന
ശരിയായ ഒരു മുന്തിരി ശാഖയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കപ്പെടും. ഞാൻ ഓർക്കാറുണ്ട്, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അച്ഛനൊക്കെ ഈ വേനൽക്കാലത്ത് തെങ്ങിൻ്റെ അടുത്ത് ഇങ്ങനെ തീയിടും. ഞാൻ ആദ്യമൊന്നും എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം വെള്ളം കൊണ്ട് ഒഴിച്ച്, തെങ്ങിൻ്റെ അവിടെ തീ കത്തുന്നെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, മോളെ ആ തെങ്ങിന് ചൂടൊക്കെ അടിച്ച് അതിന് പുകയൊക്കെ വന്നു കഴിയുമ്പം ആ തീയുടെ ചൂടും എല്ലാം കൂടെ നല്ലപോലെ നന്നായിട്ട് അതിന് ഫലമുണ്ടാകും. ആ ചാരം പിന്നെ അവിടെ കിടന്ന് അങ്ങനെ നല്ല ഫലം പുറപ്പെടുവിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അഗ്നിയുടെ, പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയുടെ ചൂട്, തീയ് ഒക്കെ നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മളിലുള്ള എല്ലാ തിന്മയും കത്തി മാറി നമ്മളിലുള്ള ഫലം പുറപ്പെടുവിക്കാനുള്ള ദൈവമക്കളായിട്ട് മാറുക, ലോകത്തിന് മുമ്പിൽ സാക്ഷ്യം വഹിക്കുന്നവരായി മാറുക. അപ്പം അതുകൊണ്ട് മറ്റുള്ളവയിലേക്കല്ല നാം നോക്കേണ്ടത്, ദൈവത്തിലെങ്കിലേക്ക് നോക്കുക. അവിടുന്ന് നമ്മെ ശുദ്ധി ചെയ്യും. സ്വർണം വെള്ളി ശുദ്ധി ചെയ്യുന്നത് പോലെയല്ല, ദൈവത്തെ കാണാനുള്ള വിശുദ്ധി നമ്മുടെ കണ്ണുകൾക്കുണ്ടാകുന്നത് വരെ. അതുകൊണ്ടാണ് മക്കളാണെങ്കിൽ അവിടുന്ന് ശിക്ഷണം നൽകുമെന്നൊക്കെ പറയാൻ കാരണം. എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മക്കളല്ല, ജാരസന്താനങ്ങളൊക്കെ ആണെന്ന് വിശുദ്ധ പത്രോസ് ലീഗ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അതാ. മക്കൾക്ക് ഈ ന്യായവിധിയുടെ തീക്കാറ്റ് പെട്ടെന്ന് കിട്ടും. കാരണം യേശു കർത്താവാണെന്ന് ഏറ്റുപറയുമ്പോൾ, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് നീ പ്രസ്താവിക്കുമ്പോൾ നീ രക്ഷയിലേക്ക് കടന്നു വരുമെന്ന വചനം പറയുന്നത്. അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവൻ്റെ നാമം സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളായി മാറാൻ പറ്റുമെന്ന യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം പറയുന്നത്. അങ്ങനെയാണ് നീ ദൈവ പൈതലായി മാറിയത്. ദൈവ പൈതലായി മാറിയത് കൊണ്ട് തന്നെ ദൈവത്തിന് നിന്നെ ശുദ്ധി ചെയ്ത് സ്വന്തമാക്കേണ്ടത് ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് ന്യായവിധിയുടെ ഒരു തീക്കാറ്റിന് വേണ്ടി ദാഹിക്കണം. എല്ലാ ദിവസവും ഇരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ ന്യായവിധിയുടെ തീക്കാറ്റ് എന്നെ കടന്നു പോകട്ടെ. അങ്ങനെ ന്യായവിധിയുടെ തീക്കാറ്റ് കടന്നു പോയാലോ, പ്രിയപ്പെട്ടവരെ, നാം ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ, പുണ്യപ്രവൃത്തികളെല്ലാം ആ അഗ്നിയിൽ ശോധന ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ കൂടുതൽ വെട്ടിത്തിളങ്ങും. അതുകൊണ്ടാണ് പറയുക, നിന്റെ പണി സ്വർണ്ണമാണോ, വെള്ളിയാണോ, രക്തങ്ങൾ കൊണ്ടാണോ, വൈക്കോലാണോ, തടി കൊണ്ടാണോ എന്ന് അഗ്നി തീരുമാനിക്കും. ന്യായവിധിയുടെ തീക്കാറ്റ്. നമ്മൾ കണ്ണുകൾ അടയ്ക്കാൻ പ്രിയപ്പെട്ടവരെ. ന്യായവിധിയുടെ തീക്കാറ്റ് നമ്മളെ കടന്നു പോകട്ടെ. കർത്താവെ, ഞങ്ങളുടെ ആത്മീയ ഭവനം, ഞങ്ങളുടെ ആത്മീയ ജീവിതം പണിയപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കി തരുന്ന ന്യായവിധിയുടെ തീക്കാറ്റിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളിലേക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ന്യായവിധിയുടെ തീക്കാറ്റ് അയക്കണമേ. ഞങ്ങളുടെ തിന്മയെല്ലാം കത്തിച്ചാമ്പലായി പോകട്ടെ. ഞങ്ങൾ അങ്ങിൽ പണിയപ്പെടുകയും അങ്ങയോട് ചേർന്ന് നിലകൊള്ളുന്നവരുമായി മാറട്ടെ. ഞങ്ങളിലെ കാപട്യവും വഞ്ചനയെല്ലാം മാറിപ്പോകട്ടെ. കർത്താവെ, തിളങ്ങുന്ന മുത്തുകളായി ഞങ്ങൾ രൂപാന്തരപ്പെടാൻ തക്കവണ്ണം, വിശുദ്ധിയുടെ കിരീടം സ്വീകരിക്കാൻ തക്കവണ്ണം, ഇനി ജെറുസലേമിൽ അവശേഷിച്ചവർ വിശുദ്ധർ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞ വചനം അനുസരിച്ച് ഞങ്ങളിലെ രക്തക്കറകളും മാലിന്യങ്ങളും എല്ലാം അങ്ങയുടെ ന്യായവിധിയുടെ തീക്കാറ്റിനാൽ നീക്കിക്കളഞ്ഞ് ഞങ്ങളെ ശുദ്ധിയുള്ളവരാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.